ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നാട്ടോ എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടാകും. ഞങ്ങളെക്കുറിച്ച് ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര പനിയും ജലദോഷവും ശാരീരിക അസ്വസ്ഥതകളും ഒക്കെയാണ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, എൻ്റെ ഒരു കസിന് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ കുറച്ച് കുടുംബ പ്രശ്നങ്ങളും ആ കുടുംബത്തുണ്ടായ കുറേ പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അടുക്കൽ വന്നത്. വന്ന് എന്നോട് ഇത് പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇവർ ഈ പറയേണ്ട കാര്യം പറയാണ്ട് വേറെ കാര്യത്തിലോട്ടു അത് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാനും ഇതല്ലേ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോഴും ഇത് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കില്ല. വേറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് നമുക്കിത് സംസാരിക്കാൻ പറ്റത്തില്ല. അവരുടെ പുള്ളിക്കാരുടെ വീട്ടിൽ ചെന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ഒന്നെങ്കിൽ എനിക്കൊരു അസൗകര്യം, അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ വരുമ്പം വേറൊരു കാര്യത്തിലോട്ട് പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കിടയിലുണ്ടായേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ചെറിയൊരു നെഗറ്റീവ് എനർജി പോണൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ വീട്ടിൽ കൊച്ചിനും അമ്മച്ചിക്കും ഒക്കെ അനുഭവപ്പെട്ടു. ഈ പുള്ളിക്കാരി വന്നു പോയതിൻ്റെ ആണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളൊരു അന്ധവിശ്വാസവും എനിക്കില്ല. ഇതെല്ലാം നമ്മൾ പറയും അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മളെല്ലാവരും പറയും. നമ്മൾ കണ്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടും ആകാം. എന്തായാലും അതിന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വീട്ടിൽ ചില പ്രശ്നങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇത് നീ ഇങ്ങനെ നോക്കുന്നത് കൊണ്ടോ അല്ലെ പറയുന്നത് കൊണ്ടോ എടുക്കുന്നത് കൊണ്ടോ ഒന്നും അല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുമോ? ഇത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് അവർ പോയി നോക്കുമോ, നാൾ നോക്കുമോ, അവരുടെ ജനനസമയം കൊടുത്തിട്ട് ചെയ്യുമോ ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊച്ചേട്ടായി ഇങ്ങനെ നോക്കും, കൊച്ചേട്ടായുടെ നമ്പർ തരാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇൻസ്റ്റയിൽ വന്ന് കുറേ പേര് വന്ന് ഇന്ന് നമ്പറും അഡ്രസ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ തരാം. ഞാനിപ്പോൾ ചേട്ടായിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടീ കഴിഞ്ഞ ദിവസമാണ് പുള്ളിയുടെ അമ്മായി, അതെന്ന് വെച്ചാൽ വൈഫിൻ്റെ അമ്മ മരിച്ചു പോയി, അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ നമ്പറും മറ്റു കാര്യങ്ങളും കൊടുത്താൽ മതി, ഞാനൊന്ന് ഫ്രീ ആകട്ടെ എന്നാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, പ്രദീപ് സമയം കിട്ടിയിട്ടില്ല. പ്രദീപ് കഴിഞ്ഞ ദിവസം കേട്ടോ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ദിവസം തന്നെ പ്രദീപിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് മദ്യപാനവും പുകവലിയൊക്കെ നിർത്താനുള്ള ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് സന്തോഷമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി മാറാനും അല്ലെ ചെറിയ കാര്യങ്ങൾക്കുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നോട് നാളോ അല്ലെ ജാതകം തരാം, നാൾ നോക്കാനോ അല്ലെങ്കിൽ സമയദോഷം നോക്കാനോ ഒന്നും വേണ്ട കേട്ടോ. അതിനൊക്കെ ഞാൻ ഓരോ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേമാതിരി ചെയ്താൽ മതി. അല്ലാതെ ചേച്ചി എൻ്റെ നാൾ നോക്കി എനിക്ക് പറയാമോ, അല്ലേ ഞങ്ങളുടെ വീട്ടിൽ ബാധയുണ്ട് അതൊന്ന് മാറ്റിത്തരാമോ, ഇതൊന്നും ചോദിക്കേണ്ട. ഈ ബാധയൊന്നും അടുക്കാതിരിക്കാനായിട്ടുള്ള എത്രയോ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കണ്ടിട്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്യും. അല്ലാതെ നമുക്ക് ആരുടെയും വീട്ടിൽ വന്നിട്ട് ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ ഹോമം ചെയ്യാനോ അല്ലെങ്കിൽ ഈ ആത്മാക്കളെ പിടിച്ച് കിട്ടി കിറ്റിൻ്റെ അകത്ത് കൊണ്ടുപോയി അങ്ങ് കളയാനായിട്ടൊന്നും നമ്മളെ ആളല്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിയോഗിച്ച കുറേ ആൾക്കാരുണ്ട്, അവർ ചെയ്യട്ടെ ഇത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്നുവെച്ചാൽ വലിയ ആൾക്കാർ വന്നു വെച്ചിട്ട് വലിയ മല പോലെ വരുന്ന കാര്യങ്ങൾ അവരെ എന്തു ചെയ്യും, ചിലപ്പോൾ അത് എലി പോണക്ക് പോകും. അപ്പോൾ 1 ലക്ഷം രൂപ മുടക്കേണ്ടടുത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ 10ൻ്റെ പൈസ മുടക്കാതെ നമുക്ക് ഈ ഒരു ചെറിയ ടിപ്പയിൽ മാറിപ്പോകും. കാരണം കഞ്ഞിക്ക് വകയില്ലാത്തവരായിരിക്കും ഇതിൻ്റെ പുറകെ ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്നത്. അംബാനിയോ രവിപിള്ളയോ അല്ല യൂസഫ് അലിയോ ഒക്കെ വല്ലവരും ഇതിൻ്റെ പുറകെ നെഗറ്റീവ് എനർജി ഉണ്ട്. ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഞങ്ങൾ അവരെ കണി കണ്ടുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നില്ലെന്നും പറഞ്ഞൊക്കെ വരുന്നുണ്ടോ. നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ളൂ. അവരുടെയൊക്കെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ രക്ഷകൾ കാണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കണം, പക്ഷേ അതൊന്നും ഒരിക്കലും അമിത വിശ്വാസത്തിലോട്ട് നമ്മൾ കടന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം വെളുപ്പിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജ്യോത്സ്യന്മാരുടെ പുറകെ പോയി അവരുണ്ടല്ലോ നമ്മുടെ പോക്കറ്റിലെ കാശ് എങ്ങനെ അവരുടെ പോക്കറ്റിലെത്താമെന്ന് നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ചെറിയ ടിപ്പുകളും ചെറിയ കാര്യങ്ങൾ കൊണ്ടുമൊക്കെ മാറിപ്പോകുന്ന കാര്യങ്ങളേ ഉള്ളന്നേ. ഇപ്പം നമുക്കൊരു ജലദോഷപ്പനി വന്നു, ഇപ്പോൾ എന്നോട് ആ പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞു, ഒരു 3 പനിക്കൂർക്കയിലയും പിന്നെ അയമോദവും കൂടെ ഇട്ട് തിളപ്പിച്ച് ഒരു 3-4 നേരം കുടിക്കുമെന്ന് പറഞ്ഞു. അതൊരു ചെറിയൊരു കാര്യമല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഞാനിപ്പോൾ അതാണിപ്പോൾ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ആശുപത്രി പോകാതെ അത് പറ്റി. ഇന്നലെ പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ, ഇല്ലെന്നും അല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ടിപ്പ് ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ കാശ് കൊടുത്ത് നമ്മുടെ കുടുംബം വെളുപ്പിക്കാൻ നമ്മൾ നിൽക്കണ്ടെന്നേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിചാരം ഇരിക്കുന്നത് ഈ ചെറിയ ടിപ്പ് കൊണ്ടൊന്നും ആകത്തില്ല. വലിയ ജ്യോത്സ്യന്മാരെ പോയി കണ്ട് വലിയ ഹോമമൊക്കെ നടത്തി നമ്മുടെ വീട് മുടിച്ചെങ്കിൽ മാത്രമേ അത് റെഡി ആകുള്ളൂ എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം ഇരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഒരു മല പോണ കഥ വെച്ചാൽ നമ്മുടെ ഈ ഏറ്റവും വലിയ മൃഗം ആനയാണ്. ആ ആനയെ വീഴിക്കാൻ ഒരു ചെറിയ ഉറുമ്പ് നോക്കിയാൽ പറ്റും എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഈ കാര്യങ്ങളും. നമ്മളുണ്ടല്ലോ അടുക്കളയിൽ ഒരിക്കലും ആറ്റിടാതെ ഇത്രയും സാധനം നിങ്ങൾ വെക്കുക. ഒരു കിറ്റെടുത്ത് കട്ട് ചെയ്ത് 4 കഷ്ണമാക്കുക. അതിൻ്റെ അകത്ത് ഒരു ഞുള്ളു കല്ലുപ്പ്, ഒരു ഞുള്ളു നമ്മൾ കഞ്ഞി വെക്കുന്ന കൂട്ട് അരിയ്, ഒരു ഞുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും സെപ്പറേറ്റ് നമ്മളിത് പൊതിഞ്ഞ് കെട്ടുക. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൂടെ വെച്ചിട്ട് ഭദ്രമായിട്ടൊരു കവറിലാക്കിയിട്ട് നമ്മുടെ അടുക്കളയിൽ എവിടെയെങ്കിലും നമ്മൾ തട്ടാതെയും മുട്ടാതെയും, അതായത് പീരീഡ്സ് ആകുമ്പോഴൊന്നും ഇതേ ചെന്ന് മുട്ടാതെ രീതിയിൽ നമ്മളങ്ങ് തൂക്കിയിട്ടേരെ. അടുക്കളയിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, നെഗറ്റീവ് എനർജി ഉണ്ടാകുകയില്ല, ഒന്നുമില്ല. ഐശ്വര്യം മാത്രമേ നമുക്ക് കൊണ്ടുവരത്തുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് അത്യാവശ്യമായിട്ട് പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാചക വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരും കണ്ടില്ല. നമ്മൾ ലൈവിലെല്ലാം വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പറയും, ചേച്ചി പാചക വീഡിയോ ഇടണം കേട്ടോ, ഞങ്ങൾക്ക് കണ്ടു പാചകം ചെയ്യാനായിട്ടാകട്ടോ. എന്നിട്ട് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്പുകളും പറഞ്ഞു തരും. എൻ്റെ പാചക വീഡിയോയും ഈ ഉള്ള വീഡിയോ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. പാചക വീഡിയോ ആയിക്കോട്ടെ, പിന്നെ ഞാനും താത്തും തമ്മിൽ പാട്ടുണ്ടാകും, ഡാൻസ് ഉണ്ടാകും, മണിക്കൂട്ടനും ഞങ്ങളും എല്ലാം. അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു നേരത്തെ എൻ്റേത്. ഈ 12 എന്നുള്ള വീഡിയോ എഴുതിയതോടുകൂടി ഉണ്ടല്ലോ എൻ്റെ വീഡിയോകൾക്കെല്ലാം മാറ്റങ്ങളും മറിച്ചിലുകളും എല്ലാം വന്നു. പിന്നെ എല്ലാവർക്കും ആ വീഡിയോ മാത്രം മതി അങ്ങനെയുള്ളത്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. എന്നാലും ഇടയ്ക്ക് നമുക്കും ഒരു സന്തോഷത്തിന് ഒരു പാചക വീഡിയോ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ പറഞ്ഞു തരും. എനിക്കിപ്പം പനിയും സുഖമില്ലായിരിക്കുന്നുണ്ട് കേട്ടോ ലൈവിലൊന്നും വരാത്ത. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് അത്യാവശ്യമായിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ ദിവസം എന്നെ തേടി പിടിച്ച് വന്നു എന്ന് പറഞ്ഞില്ലേ എന്നെ കാണാൻ എന്ന് പറഞ്ഞോണക്ക് എന്നോടൊപ്പം കുറച്ച് നേരം ചിലവഴിക്കാനും എന്നെ കാണാൻ വരുന്നവരോടുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടവും സ്നേഹവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വന്നതിന് എനിക്ക് ഇഷ്ടക്കുറവായിട്ടൊന്നും നിങ്ങൾ തോന്നരുത് കേട്ടോ. എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവുമായിപ്പോയി അവർ വന്നിട്ട്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പം അതെനിക്ക് വിഷമവുമായിപ്പോയി. നിങ്ങൾക്ക് എപ്പം വേണേലും എന്നെ കാണാം കേട്ടോ. എൻ്റെ അടുക്കൽ വരുന്നതിനും എനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു അതിനെല്ലാം ഉള്ള മറുപടിയായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.